let me now take the privilege of inviting one of the youngest district collectors we ever had. He has become a symbol of determination and clear governance in a very short period of service. The ever-smiling, soft-spoken, our very own district collector, Sri Radhamanian sir. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് അൽഫോൺസ് നന്ദാനം അക്കാദമി മലയാളത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നടത്തുന്ന കരിയർ എസ്പെഷ്യലി സിവിൽ സർവീസ് കരിയർ ട്രെയിനിങ് പ്രോഗ്രാം വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ ആശംസിക്കുന്നു. ഇൻഫാക്ട് അൽഫോൺസ് എന്നെ ഫോണിലെ കഴിഞ്ഞ് അയച്ചു വയ്ക്കുമ്പോൾ ആഫ്റ്റർ ദാറ്റ് ബിക്കോസ് ബിഫോർ കമ്മിങ് ഹിയർ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ ചിന്തിച്ചത് IAS കിട്ടിയതിന് ശേഷം അക്കാഡമിയിലാണ് അൽഫോൺസാറെ കുറിച്ച് അറിയുന്നത്. അതർവൈസ് അൽഫോൺസാറെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല അക്കാഡമി ചെല്ലുന്നത്. അപ്പോ എൻ്റെ അടുത്ത് എൻ്റെ ഒരു മലയാളി ബാറ്റ്സ്മാനാണ് പറഞ്ഞത്, KJ അൽഫോൺസോടെ മേക്കിംഗ് എ ഡിഫറൻസ് അത് പഠിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് IAS അവസരമാണ്. അപ്പോ തപ്പിയെടുത്ത് നോക്കിയാൽ അക്കാഡമിയിലെ ഒറ്റ കാപ്പിയേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ടൈം അറൗണ്ട് 2008 എഡിഷൻ നിന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു ലീഗലൊരു കാര്യം, ഞാൻ ആ ബുക്ക് അടിച്ചോളൂ. ബുക്ക് ഐ തിങ്ക് പൊതുവായ രൂപയൊന്നുമില്ല. ഐ പെയ്ഡ് ഫൈൻ ഓഫ് ഐ തിങ്ക് 10 times the fine because the book was not an edition. 100 രൂപയുടെ ബുക്ക് 1000 രൂപ വാങ്ങിച്ചത്. So that was the first impact. I mean, അപ്പോ വരുമ്പോൾ തന്നെ ഒരു നമ്മൾ ഇപ്പോഴെയാണ് കേരളത്തിൽ ചെന്നിട്ട് വന്നതാണ്. ആൻഡ് when I landed, കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന ശേഷം അപ്പോ സാറ് ഈ സമയത്ത് MLA ആണ്. അപ്പോൾ സഡൻലി നിങ്ങൾ കാണണമെന്നുള്ള ഒരു ആഗ്രഹമാണ് വിളിച്ചപ്പോൾ സഡൻലി ഫയർ മിസൈൽ he came with Scorpio. സാർ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, പാഷനും കൂടിയാണ്. സ്കോർപ്പിയോയിലാണ് കൊണ്ടുപോയത്. ചിലപ്പോ രസിരാജ് സിംഗ് സാർ ഉണ്ടായിരുന്നെങ്കിൽ ചാർജ് ചെയ്തിരിക്കും സാറേ. So that was the first occasion and rather the last occasion technically. So ഒരു പ്രാവശ്യം രണ്ടാലും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് അൽഫോൺസ്. അപ്പോ അവര് ഇതോ സർവീസിലെ എവിടെ മാറിയിട്ട് ഇപ്പോ രാഷ്ട്രീയമായിട്ട് പോയാൽ so the best thing what he has done is that creation of this charity. So that continuously പോലെ കുറേ ആൾക്കാരെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ I will not say anything about residents. ഞാൻ പറഞ്ഞാൽ വളരെ ശരിയായിരിക്കും. In among all service, yesterday ഒരുപാട് സർവീസ് ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏത് സർവീസ് എടുത്താലും അതിലേക്ക് റോൾ മോഡൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് ഒട്ടാലേക്ക് പിന്നെ സർവീസ് ഡിഫറൻസ് ഒന്നുമില്ല. ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് നിങ്ങൾ തന്നെ കുറെ ആൾക്കാർ ചെറിയ ചെറിയ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സത്വപരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ മധ്യയിലെ ഹീറോയായ ഒരാളാണ്. നോട്ട് ഓൺലി ദിസ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഏത് ജോലി എടുത്താലും അതിലേക്ക് തന്നെ ഹീറോ ആയി പ്രൂവ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ബിക്കോസ് നത്തിങ് നമ്മൾ ഡെഡിക്കേറ്റഡ് മൈൻഡും നമ്മളുടെ ഒബ്ജക്റ്റുകളെ കാര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒറ്റ ചിന്താഗതി മാത്രമാണ്. അൽഫോൺസ് പറയുന്നതും അതാണ്. If you have something in mind extra, എല്ലാവർക്കും നമുക്ക് അത് വേണ്ടുന്നുണ്ട് ഇത് വേണ്ടുന്നുണ്ട് എന്തെങ്കിലും ഒരു ബെഡ് വർക്കുകളാണ് നമ്മുടെ ആർക്കെങ്കിലും മുന്നിൽ ബെഡായിരിക്കും. I am posted and doing my duty sincerely, committedly വെച്ചാൽ ആർക്കും ബെഡയുടെ കാര്യമില്ല. അൾട്ടിമേറ്റ്ലി വാട്ട് വിൽ ഹാപ്പൻ, they will say സ്വാഭാവികമായിട്ട് പൊളിറ്റീഷ്യൻസിന് ഇഷ്ടപ്പെടത്തില്ല, അത് ചെയ്യും. അപ്പോ ഇൻഫാക്ട് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾക്ക് പോസ്റ്റിംഗ് അല്ല വലുത്, ജോലിയാണ് വലുത്. അത് എവിടെ പോയാലും സാറ് പ്രൂവ് ചെയ്യും. So in fact I am very happy that Nirbhaya Pathati sir ഏറ്റെടുക്കുന്നുള്ളതാണ്. So in fact we are most welcoming.
പിന്നെ ഫോൺ സാർ സംസാരിച്ച് രസിരാജ് സിംഗ് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് വളരെ ചെറുതായിരിക്കും. എന്നാൽ എന്റെ ചെറിയ ഒരു അനുഭവം ഒരു ചെറുപ്പക്കാരൻ 2ാം ക്ലാസ്സോ 1ാം ക്ലാസ്സോ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലുള്ള എല്ലാവരും പോലീസ് ലെവൽ കോൺസ്റ്റബിളും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ. അതിൽ നമ്മൾ ലീഡറാകണമെന്ന് പറഞ്ഞിട്ട് ഒരു കീ ചെയിൻ MG രാജ IPS എന്ന് പറഞ്ഞിട്ട് 3 വയസ്സിലോ 4 വയസ്സിലോ 3ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ പഠിക്കുമ്പോൾ കീ ചെയിൻ കൂടി വെച്ചുകൊണ്ട് അത് വെച്ചിട്ട് സ്വപ്നം കണ്ടുകൊടുത്ത ഒരു ചെറുപ്പക്കാരൻ സിറ്റുവേഷൻ കംസ് വെരൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ സാക്ഷരതാ മിഷന്റെ ഈ കാലത്ത് അടിപൊളി ഇയക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. സോഷ്യൽ ഒരു നമ്മുടെ തെരുവ് നാടകമായി പോകും. സോ ഈ ശിവകാശി പടക്കം നമ്മളെല്ലാം പടക്കം പൊട്ടിക്കുന്നുണ്ടല്ലോ ശിവകാശി. അവിടെ ഐ ജസ്റ്റ് വെന്റ് ആൻഡ് സീ ദ സഫറിങ്സ് ഓഫ് ദ ചൈൽഡ് ലേബറാണ്. കൈയെല്ലാം പുള്ളി രാവിലെ 3 മണിക്ക് ബസ്സിൽ പോകുന്ന 5 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികളെ കാണുമ്പോൾ ഐ ജസ്റ്റ് ദ സെയിം എക്സ്പ്ലനേഷൻ അൽഫോൺസ് സഹാക്കി ഐ ഹാവ് ടു ഡു സംതിങ്, ഐ ഹാവ് ടു ചേഞ്ച് ദിസ് സൊസൈറ്റി. അങ്ങനെ ആണ് ഒരു IAS കാരൻ IAS ആകണമെന്നുള്ള ആഗ്രഹം ചേഞ്ച് ആകും. ബട്ട് ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലും ഇഫ് യു സോ സംതിങ് നമ്മൾ വിളിച്ചാൽ ഇറ്റ് വിൽ ഓൾവേസ് ഹോണ്ട് യു ഈവൻ യു അച്ചീവ് വാട്ടെവർ. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒന്നാകും പറഞ്ഞ് ചെറുപ്പം മുതൽ തന്നെ ശ്രമിക്കുമ്പോൾ ഫോർ സം സിറ്റുവേഷൻ ലൈക്ക് maybe parents or maybe a situation where we ended up in something else. വേറെ എന്തെങ്കിലും പോയി നമ്മുടെ ആദ്യമായിട്ടുള്ള ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ ആയില്ലല്ലോ എന്ന് പറയുന്നത്. IAS കിട്ടിയപ്പോഴും എനിക്ക് ആയ ഒരു ഇറിറ്റേഷൻ അതായിരുന്നു. ബിക്കോസ് ചെറുപ്പത്തിൽ ഞാൻ ആകും ആഗ്രഹിച്ചത് IPS ആയിരുന്നു. എന്നിട്ട് തീരുമാനിച്ചതാണ് സാർ വേണമല്ലോ. ഇങ്ങനെ ഒന്നും തീരുമാനിച്ചുകൊണ്ടതല്ല. See, this is a destiny എന്ന് പറയുന്നത് അതാണ്. If you believe in something, you wanted to become something, the destiny will take you to your destiny. അതാണ് നമ്മുടെ ഡ്രീമിലെ കൂടിയും നമ്മളുടെ കാര്യത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നത്. IAS കഴിഞ്ഞതിന് ശേഷം ബിക്കോസ് ഡെസ്റ്റിനി ബിക്കോസ് ഞാൻ സർവീസിലേക്ക് കയറുമ്പോൾ പറഞ്ഞിട്ട് ഉറക്കം പറഞ്ഞിട്ട് പോയ ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ആരെ കല്യാണം കഴിച്ചാൽ സർവീസിലുള്ള വലിയ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് പോയാളാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ I married a IPS woman. Now Rajamanikam is IAS, Nishanthini Rajamanikam is IPS. In both the case, Rajamanikam has IPS and IAS. ഡയറക്റ്റ് ആകാൻ പറ്റില്ലെങ്കിലും ഭാര്യയ്ക്ക് അടുത്ത് രാജമാണിക്കത്തെ വെച്ച് IPS ആക്കി സ്വന്തം ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു IAS ആയിരുന്നു. അപ്പൊ വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ വാസ് ദാറ്റ് നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചാൽ if you really committed and sincere, have a perseverance of your own dream and goal, at the end of the day destiny will take you. നമ്മൾ വേറെ യാതൊരു ശ്രമവും നമ്മൾ be dedicated to be sincere to what is your dream. That's all. അതിന് കൂടുതൽ ഒന്നും വേണ്ട. if നമ്മുടെ ഒരു സ്വപ്നം ഒരു ആഗ്രഹം സിൻസിയർ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് അതിനു വേണ്ടി ജോലി ചെയ്താൽ nothing, no force in this world can stop us. Automatically the destiny നമ്മുടെ പോയി എത്തിക്കാൻ പറ്റും. But you have to be sincere in your dream, you have to be sincere in your work. നമ്മൾ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്താനായിട്ട് അല്ല ഞാൻ പഠിച്ച് ഞാൻ ചെയ്തെന്നുള്ളതല്ല. നമ്മൾ we should convince ourselves. അങ്ങനെ ഉണ്ടായാൽ sincere to your dream, definitely whatever the dream which you are dreamt, the destiny will take you to that dream. അത് ഞാൻ മാത്രമല്ല, അത് അൽഫോൺസ് സാറായാലും ശരി, രസിരാജ് സിംഗ് സാറായാലും ശരി, നിഷാന്തി ആയാലും ശരി, ആരായാലും ശരി. ഇറ്റ് ഇസ് വി ആർ എ ലൈവ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്ക് കലം പറയേണ്ട കാര്യമില്ല. റെട്രോസ്പെക്റ്റീവ് തിങ്കിങ് ഞാൻ എങ്ങനെയായിരുന്നു സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മളും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂൾ അങ്ങനെ സെറ്റപ്പിലേക്ക് വന്നതാണ്. സാറ് പറഞ്ഞതുകൊണ്ട് ഞാനും കോമ്പറ്റീറ്റീവായിട്ട് ഞാനും ഒരു കഥ പറയാം. 10ാം ക്ലാസ്സിന്റെ കാര്യം ഞാൻ ഇതുപോലെ കുറച്ച് ഇലക്ട്രീഷ്യൻ കോമ്പറ്റീഷൻ അങ്ങനെ പോകുന്ന ആളാണ്. സ്കൂളിലെ പൊതുവെ നമ്മുടെ അറ്റൻഡൻസ് ഒന്നും ഉണ്ടാകാറില്ല. മിക്കവാറും ചില ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കേട്ടോ, സിനിമയിലേക്ക് പോകും. ഭയങ്കര കലാരസികനാണ്. ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. സിനിമയിലേക്ക് പോകും.
So it's a government school ആണ്. വേറെ ഒന്നും കൂടുതലായിട്ട് ടീച്ചേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷുവർ ഒരാൾ നമ്മൾ അറ്റൻഡൻസിലെ 100% റിസൾട്ട് ഒരിക്കലും വരാൻ പോകുന്ന ഒരാൾ ഷുവർ, എസ്പെഷ്യലി ഈ മാത്സ്. ഈ മാത്സിലെ ഒരിക്കലും വരും. ബിക്കോസ് മാത്സിൽ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന മാർക്ക് 3, 4, 5 ആണ് ഔട്ട് ഓഫ് 100. അപ്പോ ഞാൻ ഐ ഡിസൈഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓവർനൈറ്റ് ഡിസിഷൻ ഒന്നുമില്ല. ഞാൻ മാത്സിൽ ഒന്നും പോറുന്നുണ്ട്, ബട്ട് ഐ ഹാവ് നോട്ട് കോൺസെൻട്രേറ്റഡ്. അതേ മൈ മാത്സ് ടീച്ചർ ടോൾഡ് ടു ദ പ്രിൻസിപ്പൽ ദാറ്റ് ഇയാളെ നമ്മൾ ഇങ്ങനെ എക്സാം എഴുതാന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ റിസൾട്ട് പോകും. സോ ബെറ്റർ ദാറ്റ് വി വിൽ ആസ്ക് ടു റൈറ്റ് ഇൻ പ്രൈവറ്റ്, അങ്ങനെ എഴുതാൻ പറയുക. സോ ദാറ്റ് നമ്മുടെ റിസൾട്ട് കിട്ടുന്നു പറഞ്ഞത് അതേ സെയിം കൈൻഡ് ഓഫ് ഓൺ പ്രിൻസിപ്പൽ സെഡ് ദാറ്റ് വി ആർ നോട്ട് ഹിയർ ടു മേക്ക് 100%. നമ്മൾ അവനെ നമ്മളുടെ കഴിവെന്ന് പറയുന്നത് അവനെയും കൂടി ഇതിനെ കൊണ്ടുവന്ന് പാസ്സാക്കുന്നതാണ്. അത് പോയി കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ദെൻ ഒരു എക്സാം 2-3 മാസം മുന്നേ വരെ എവറിഡേ ടീച്ചർ യു കം ടു മൈ ഹോം, ഞാൻ ട്യൂഷൻ എടുക്കാം മാക്സിമം. എന്നിട്ട് പിന്നെ അവസാനം ട്യൂഷനൊക്കെ എടുത്തിട്ട് പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ഇപ്പൊ പാസ്സാകാനുള്ള ഒരു കോൺഫിഡൻസ് വന്നോ ചോദിച്ചിട്ട് സർ ഞാൻ 100 മാർക്ക് എടുക്കുന്നതാണ്. പുള്ളി നെറ്റിപ്പോയി എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുപ്പതിക്ക് നടന്നേ ചെന്ന് ഞാൻ ഓക്കെ എനിക്ക് ഞാനൊരു കോൺഫിഡന്റ് ആയി പറഞ്ഞതാണ്. പാസ്സാകുമെന്ന് ചോദിച്ചപ്പോൾ 100% മാർക്ക്. പുള്ളി ഔട്ട് ഓഫ് ദ ബ്ലൂ ഞാൻ തിരുപ്പതിക്ക് നടന്നേ ചെന്ന് മുട്ടയിട്ടാണ്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയത് മാത്സ് മാത്രമായിരുന്നു. ഐ ഗോട്ട് 100 ആൻസർ. ഞാൻ അതൊന്നും വിട്ടിട്ട് താരത്തിൽ പോയി താരം എപ്പോഴാണ് തിരുപ്പതിക്ക് So what I am trying to say was that as what is important, everybody has their own life experience. Once we decided നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് സെൽഫ്ലെസ്ലി വി ആർ തിങ്കിങ്. ബിക്കോസ് സർ Siddharthi sir will say something. I thought that I want to change the society, betterment. ഒരു നമ്മൾ കണ്ണിന് മുന്നേ ഒരു somebody is getting suffer. So if I am not able to help them properly using my position or using my service, നമ്മൾ സക മനുഷ്യരായിട്ട് ജീവിതത്തിൽ കാര്യമില്ല. അപ്പോ I decided. അപ്പോ അങ്ങനെയുള്ള ഒരു ഡിസിഷൻ, മറ്റവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാനുള്ള ഒരു ഡിസിഷൻ, അതാണ് ഡെസ്റ്റിനിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. This is not a വ്യക്തിത്വം. It is not my effort, it is not my commitment, it is not mine. Everything is, I would say, it's a God's grace. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരുന്നത്. ഇൻഫാക്ട് ഡെസിഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം പറയുന്നത് ടേക്ക് എ ഡെസിഷൻ, അപ്രോപ്രിയേറ്റ് ഡെസിഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ടൈം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വെദർ യു ആർ റീച്ചിങ് ടു ദ ഹൈറ്റ് ഓർ ഗോയിങ് ടു ദ ലെവൽ തീരുമാനിക്കുന്നത് നമ്മുടെ ഡെസിഷനാണ്. ചിലപ്പോ ഡെസിഷൻ എങ്ങനെ വേണമെങ്കിലും ആയിരിക്കും. ബട്ട് ഇഫ് യു ആർ ടേക്കിംഗ് എ റൈറ്റ് ഡെസിഷൻ, അതിന് വേണ്ടിയാണ് ഈ ഗൈഡൻസും അക്കാഡമിക്സ് അങ്ങനെയെല്ലാം ഉള്ളത്. നമ്മളിവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നത് അപ്രോപ്രിയേറ്റ് ഡെസിഷൻ ആൻഡ് അപ്രോപ്രിയേറ്റ് ടൈം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേൾക്കാം. I have completed my Master's Engineering, M.Tech Engineering Design, gold medal. M.Tech കഴിയുമ്പോൾ my father got retired. അപ്പോ അച്ഛൻ ഏക ആശ്രയ വരുമാനമായിരുന്നു. Once he retired, tomorrow I have to go to the job. അങ്ങനെ പോകുന്നുള്ളതാണ്. ജോലി കിട്ടി, യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് ജോലി കിട്ടി. ബട്ട് ഇൻസൈഡ് ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം എന്താണ്? IPS ആകുമായിരുന്നു, പിന്നെ IAS ആകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം അകത്തുണ്ട്. സോ ഇറ്റ് വാസ് ദ ടഫസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ വെദർ ടു ജോയിൻ ജോലിക്ക് പോയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ I should concentrate completely on my civil service examination. അപ്പോൾ അതൊരു ടഫ് ഡെസിഷൻ ആയിരുന്നു. Because easy way is that I can choose other path because in a situation was like that actually. In a situation അങ്ങനെയായിരുന്നു. But I took a decision that no, maybe I may be right or I may be wrong, but I took a decision that no. ഞാൻ ജോലിക്ക് പോയി ചിലപ്പോ because I am going for the job because of my necessity. അപ്പൊ അതിൽ പോയി ഞാൻ പെട്ടുപോയാൽ എന്റെ ഡ്രീം ഞാൻ അച്ചീവ് ചെയ്യാതെ പോയാൽ it would be difficult. Maybe it's all അതുകൊണ്ടാണ് എന്റെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. Because failures will come in between. Ultimately, our objective is very clear. If you want to become something, definitely you will become. Definitely you will become.
studying for the next preliminary. At the preliminary, mains interview. Third time, again preliminary interview. So, what I am trying to tell you clearly, what I am trying to say is that failure will happen, on the way because of various reasons. Because once the objective is clear, we are dedicated, sincere, committed to our effort, definitely we can achieve what we want to achieve. So, അങ്ങനെയാണ് നമുക്ക് ഉള്ള വിഷയം. ബട്ട് നിങ്ങൾക്ക് ഒരു വളരെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് always price and appreciate academy performance എന്നതാണ്. Because ഞങ്ങൾ ചിലപ്പോൾ അക്കാഡമിയിൽ we did not have such kind of expertise, advice മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. We came up on our own effort. നമ്മുടെ എവിടെയും കണ്ടെത്തി ആരെങ്കിലും നോട്ട്സ് വാങ്ങി പഠിച്ചതാണ്. Now everything is in front of you. എല്ലാം ഉണ്ട്. അപ്പോൾ with നമ്മുടെ പാരൻസ്, ഐ ക്യാൻ സീ ദ പാരൻസ്. അപ്പോൾ പാരൻസ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, അക്കാഡമി ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. ഇഫ് യു ഹാവ് എ പ്രോപ്പർ മൈൻഡ്, ഒബ്ജക്റ്റീവ്, ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിവിൽ സർവീസ് ഇസ് നോട്ട് ഹാർഡ് നട്സ് ടു ക്രാക്ക്. ഇതിലുള്ള എല്ലാവർക്കും അതിലുള്ള ഒരു ക്ലിയർ യു ആർ ഡിസേർവിംഗ് കാൻഡിഡേറ്റ് ഫോർ ടു ബിക്കം എ സിവിൽ സർവീസ്. അപ്പോൾ provided നമ്മൾ പോകുമ്പോൾ ബി ക്ലിയർ ഒബ്ജക്റ്റീവ്, വാട്ട് യു വാണ്ട് ടു ബിക്കം, വൈ യു വാണ്ട് ടു ബിക്കം, വാട്ട് യു ഗോയിങ് ടു ഡു. സിൻസിയറായിട്ട് കാര്യങ്ങൾ നടത്തുക. തീർച്ചയായിട്ടും യു ക്യാൻ എക്സൽ വാട്ട് എവർ ദ കരിയർ യു ആർ ടേക്കിംഗ്. സിവിൽ സർവീസ് ഇസ് വൺ സച്ച് പ്ലേസ് ലൈക്ക് സാർ പറഞ്ഞതുപോലെ യു ക്യാൻ ഡു വണ്ടേഴ്സ് ഫോർ ദ സൊസൈറ്റി ബിക്കോസ് യു ആർ സഫീഷ്യന്റ് പവേഴ്സ് ടു ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ ഇത് എല്ലാവരും വിജയിക്കുമെന്നുള്ള ആശംസയിലേക്ക് ഞാൻ നിൽക്കുന്നത് എൻ്റെ വാക്കുകൾ സംഭവിക്കുന്നു.